ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിലാണെങ്കിൽ അവിടെ അമ്പലത്തിലാണെങ്കിൽ തിരുമേനി അകത്ത് നിന്നും പൂജിച്ച ശേഷമാണെങ്കിൽ ഇനി ഓട്ടോ പൂജിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഓട്ടോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് തിരുമേനി ആരതി കഴിഞ്ഞ് പൂജിച്ച ശേഷം താക്കോല് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഐശ്വര്യമായിട്ട് വണ്ടി മുൻപിലോട്ട് എടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഓട്ടോ ഒക്കെ നോക്കിയിട്ട് ഇന്ന് മുതൽ സാധാരണക്കാരൻ്റെ അത്താണിയായിട്ട് ഞാനും നിരത്തിലുണ്ടാകും എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് എന്താ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടോ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ എൻ്റെ പേരിടായിരുന്നു സത്യ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോ ശ്രീ ഐശ്വര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ന് മുതൽ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ തുടക്കമായിരിക്കും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ഇനി എങ്ങോട്ടാ യാത്രയും ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കാം, എന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകാം, എന്നാൽ എൻ്റെ ഐശ്വര്യമായിട്ട് കയറിയാട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ശാലിനിയും മക്കളും കൂടി കയറുന്നുണ്ട്. വിഷ്ണു ഒന്നുകൂടി തൊട്ടൊക്കെ തൊഴിയ ശേഷം ഓട്ടോയിലേക്ക് കയറിയിട്ട് ആ നാരങ്ങയിലൂടെ ഇങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർ സത്യഭാമയുടെ വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ അവിടെ ഗുണ്ടകളാണെങ്കിൽ ഭാമയുടെ വീട്ടിലെത്തിയിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അന്നേരം ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ വീട് നോക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അവർ ആ കസേരയിലോട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സുബൈർ പറഞ്ഞിട്ടാണ് വാടകയ്ക്ക് വാങ്ങാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, വാടകയ്ക്ക് നിങ്ങൾ ഒഴിയുന്ന അന്ന് നമ്മൾ താമസിക്കുമെന്ന് പറയുക. എന്നിട്ട് സുബൈർ പറഞ്ഞിട്ടാണോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അല്ല, ഈ വീടിൻ്റെ യഥാർത്ഥ ഓണർ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഒഴിയുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തത് സുബൈറിൻ്റെ കയ്യിൽ നിന്നാണ്, സുബൈർ പറയാതെ ഞങ്ങൾ ഒഴിയില്ല, അതെന്ത് ഏർപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം നീയൊക്കെ എന്നൊഴിയും, അതെന്താ ഒഴിയാത്തത്, ഇന്ന് തന്നെ ഒഴിഞ്ഞോളണം എന്ന് പറയുകയാണ്. അന്നേരം ഇവരുടെ ഭാഷ മാറുന്നത് ഭാമയും രാഘവൻ നായർ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഞങ്ങൾ സുബൈറിൻ്റെ അടുത്തുനിന്നാണ് വാടകയ്ക്ക് വെച്ചിട്ട് എഴുതിയത്, സുബൈർ പറയാതെ വേറെ ആര് പറഞ്ഞാലും ഞങ്ങൾ ഒഴിയില്ല, അതിന് ഒഴിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിനക്കൊന്ന് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ കഴുത്തിനങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം അവളെ വിടറാന്നും പറഞ്ഞ് രാഘവൻ നായർ ചെന്ന് പിടിക്കുമ്പോൾ അങ്ങോട്ട് മാറി നീക്കി കളവാന്നും പറഞ്ഞിട്ട് രാഘവൻ നായർ പിടിച്ച് തള്ളുമ്പോൾ രാഘവൻ നായർ കസേരയിലേക്ക് വീഴുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ രാഘവൻ നായരെ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഈ സത്യഭാമയുടെ കഴുത്തിന് നന്നായിട്ട് ബലപ്പിച്ച് പിടിക്കുന്നുണ്ട്. അത് തള്ളി മാറ്റിയിട്ടാണ് രാഘവൻ നായരെ പിടിക്കാനായിട്ട് ഭാമ പോകുമ്പോൾ ഈ ഭാമയുടെ കയ്യിൽ നിന്നും ബാഗ് താഴെ വീഴുന്നുണ്ട്. അന്നേരം ആ ബാഗിൽ നിന്നും പൈസയും വീഴുകയാണ്. അന്നേരം അതിൽ ഒരാളാണെങ്കിൽ ഈ പൈസ ബാഗിനകത്തേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് അവർ ഭാമ നോക്കുമ്പോൾ അയ്യോ എൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ഭാമ അതിൽ കയറി പിടിക്കുമ്പോൾ അയാൾ ആ പൈസ മുഴുവൻ ബാഗിലാക്കിയിട്ട് ആ ഒരാൾ പൈസ അടങ്ങുന്ന ബാഗ് മറ്റേ ആളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അന്നേരവും രാഘവൻ നായർ പിടിക്കാൻ ചെല്ലുമ്പോൾ നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അങ്ങ് തള്ളുമ്പോൾ രാഘവൻ നായർ തറയിലേക്ക് വീഴുന്നുണ്ട്. തല ഇങ്ങനെ സെറ്റിയിലിരിക്കുകയാണ്. രാഘവൻ നായർ ഇങ്ങനെ തറയിൽ കിടക്കുന്നുണ്ട്, എഴുന്നേക്കാൻ വയ്യാതെ. അന്നേരം ഭാമ ഓടി വന്ന് അയ്യോ എൻ്റെ പൈസയെന്നും പറയുന്നുണ്ട്. രാഘവൻ നായരെ വന്ന് പിടിക്കുകയാണ്. അന്നേരം ഭാമ നമ്മുടെ പൈസ അതേ കൊണ്ടുപോയി എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഭാമ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവർ ബാഗുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ അയ്യോ പൈസ പോയി എന്ന് പറഞ്ഞ് രാഘവൻ നായരും കരയുന്നുണ്ട്, സത്യഭാമയും കരയുകയാണ്. അന്നേരം എഴുന്നേക്കെന്നും പറഞ്ഞ് രാഘവൻ നായരെ പിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ആകെ സങ്കടപ്പെട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയം വിഷ്ണുവൊക്കെ വരുന്നതേ ഉള്ളൂ. സത്യയും പപ്പിയും ഒക്കെ വണ്ടിക്കകത്തിരുന്ന് ആകെ പാട്ടും ബഹളവും ഒക്കെയാണ്. അന്നേരം വിഷ്ണുട്ട കണ്ടില്ല ഇവരുടെ സന്തോഷം, ഏതോ വലിയ വണ്ടിയിൽ പോകുന്ന പോലെയാണെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് വലിയ വണ്ടി തന്നെയാണ്, സാധാരണക്കാരൻ്റെ വലിയ വണ്ടി, അതറിയണമെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം, അത്താഴ പ്രശ്നക്കാരുടെ വണ്ടി എന്നിങ്ങനെ വിഷ്ണു ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ശാലിനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിൽ തട്ടുന്നുണ്ട്, പക്ഷെ ശാലിനി ചിരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെയാണെങ്കിൽ രാഘവൻ നായർക്ക് ബോധം പോകുന്നുണ്ട്, തറയിലും കിടക്കുകയാണ്. ഭാമ വിളിച്ചിട്ടും രാഘവൻ നായർ എഴുന്നേൽക്കുന്നില്ല. ഈ സമയത്ത് 100 ഓട്ടോയുമായിട്ട് എത്തുന്നുണ്ട്. അന്നേരം എന്ത് പറ്റി സത്യാമ്മയെ ചോദിക്കുമ്പോൾ 2 പേര് വന്നിട്ട് നമ്മളെ അടിച്ചിട്ടിട്ട് പൈസയുമായിട്ട് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛാന്ന് 100 വിളിക്കുന്നുണ്ട്, പക്ഷേ എഴുന്നേൽക്കുന്നില്ല. അന്നേരം ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് 100 വെള്ളമായിട്ട് വരുന്നുണ്ട്. വെള്ളം മുഖത്തേക്ക് കുടയുമ്പോൾ രാഘവൻ നായർക്ക് ബോധം തെളിയുന്നുണ്ട്. അങ്ങനെ 100 സത്യഭാമയും കൂടി രാഘവൻ നായരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയാണ്. ഈ സമയത്ത് തന്നെ വിഷ്ണു ഒക്കെ എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയും കൂടി ഇറങ്ങുമ്പോൾ ഭാമ കാണുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്നിങ്ങനെ വിളിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞ് ഓടി വരികയാണ്. അന്നേരം രാഘവൻ നായരുടെ കിടപ്പ് കണ്ടിട്ട് അച്ഛൻ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഓടി വന്ന് രാഘവൻ നായരെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നുണ്ട്. അന്നേരം 2 പേര് വന്ന് ഞങ്ങളെ ആക്രമിച്ചിട്ടിട്ട് പൈസയുമായിട്ട് കടന്നു കളഞ്ഞടാ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഒക്കെ അന്തം വിട്ട് നോക്കി, കുട്ടികളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ശാലിനി അങ്ങനെ തറയിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം അറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുക.
പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ശാലിനി ആണെങ്കിൽ നൂറിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് രാഘവൻ നായർക്ക് കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ നമുക്ക് അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അച്ഛൻ എഴുന്നേക്ക് എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട എനിക്ക് എങ്ങും പോകണ്ട എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ ഹോസ്പിറ്റലിൽ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ അല്ല മോനെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി, ഞാൻ വെച്ച വീടുണ്ട്, അവിടെ എന്നെ ആരും ഉപദ്രവിക്കില്ല, എനിക്ക് അവിടേക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണുവിനും ആകെ സങ്കടം വന്നുണ്ട്, ശാലിനിക്കും സത്യഭാമയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരം ശാലിനിയും ശ്രദ്ധിക്കുന്നില്ല ഭാമ, എല്ലാവരും അങ്ങനെ ശാലിനിയുടെ കൈയൊക്കെ രാഘവൻ നായർ പിടിക്കുന്നുണ്ട്. എനിക്ക് അവിടേക്ക് പോയാൽ മതി, എനിക്കൊരു വീടേ ഉള്ളൂ, അത് മതി, അവിടെ മതി എന്നും പറഞ്ഞ് രാഘവൻ നായർ വിഷ്ണുവിൻ്റെ മടിയിൽ കിടന്നങ്ങ് കരയുകയാണ്. വിഷ്ണുവിനങ്ങ് സങ്കടവും വരുന്നുണ്ട്. ആ പൈസ കൊണ്ടുപോയി ആരാണെന്ന് വിഷ്ണുവിന് അന്നേരം മനസ്സിലാകുന്നെന്ന് തോന്നുന്നു. ഇനി നസീർ പറഞ്ഞിട്ട ആളാണോ എന്താണെന്നറിയില്ല. അന്നേരം വിഷ്ണു ആകപ്പാട് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അവർ വെറുതെ വിടരുത്, നമുക്കിത് കേസാക്കണം, അച്ഛനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ രാഘവൻ നായർ പക്ഷേ ഒരു തരത്തിലും അടുക്കുന്നില്ല. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് ഒറ്റ വാശിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് കുടുംബശ്രീ വീട്ടിൽ ശ്യാമയാണെങ്കിൽ ഇങ്ങനെ എന്തോ തച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ രാജിയും അടുത്തുണ്ട്. എന്നാൽ രാജി ചേച്ചി ഇനി ഇങ്ങോട്ടൊന്നും കാണില്ല എന്നാണ് വിചാരിച്ചതെന്ന് ശ്യാമ പറയുമ്പോൾ കുടുംബത്തിലെ ഓരോരോ കാര്യങ്ങളല്ലേ, പിന്നെ എനിക്കിവിടെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ എന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഇത് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറയുമ്പോൾ എന്താ സാറെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് നിങ്ങളുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ അയാളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ജാമ്യത്തിനായിട്ട് ആരെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടുമോ സാറെന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം വീട്ടിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ എങ്ങനെ കിട്ടും, അത് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ലല്ലോ, കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ വന്നാൽ ജാമ്യം കിട്ടും, അല്ലെങ്കിൽ പിന്നെ കേസും ഒക്കെ മുറുകും എന്ന് പറയുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം ശ്യാമയാണെങ്കിൽ ശാലിനിയെ വിളിക്കുകയാണ്. പക്ഷേ ശാലിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ രാഘവൻ നായരെ ആണെങ്കിൽ അകത്ത് കട്ടിലേ കൊണ്ട് കിടത്തുന്നുണ്ട്. എല്ലാവരും ഒക്കെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 2-3 തവണ ശ്യാമ വിളിക്കുമ്പോഴും കിട്ടുന്നില്ല, കോള് പോകുന്നില്ല. അന്നേരം ശാരദാമ്മ വരുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനായിട്ട്. കുഞ്ഞേച്ചിയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, വേറെ നമ്പർ വല്ലതും ഉണ്ടോ എന്ന് ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം അവൾ വല്ല മീറ്റിങ്ങിലും ആയിരിക്കും, പിന്നെ ഉള്ളത് അനുവിൻ്റെ നമ്പറാണ്. ശാലിനി മീറ്റിങ്ങിലാണെങ്കിൽ അനുവും കാണും, പിന്നെ കിട്ടിയിട്ട് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് ആരും കാണില്ലല്ലോ, ഞാൻ തന്നെ ഇടന്ന് ഓടണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ചൂടാവുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്, നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ, ഇപ്പോഴും നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ കാണത്തുള്ളൂ, ഓടാനൊന്നും ആരും കാണില്ല, എന്നെ എന്തിനാ ഇങ്ങനെ വളർത്തി വലുതാക്കിയത്, അപ്പോഴേ എന്നെയും കൊന്നു കളഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ എൻ്റെ മക്കളിൽ ഏറ്റവും ഇളയ മകളായതുകൊണ്ട് നിന്നെയാണ് ഏറ്റവും കൂടുതൽ ലാളിച്ച് വളർത്തിയത്, നീ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നീ എങ്ങനെ ഈ നിലയിലെത്തി എന്നുള്ളൊരു ചോദ്യം ആലോചിച്ച് നോക്കിയാൽ മതി, അത് ഉത്തരം കിട്ടിക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം നീ പിന്നെ ഈ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നവനുണ്ടല്ലോ, അവൻ നിന്നോട് ഈ അടുത്ത കാലത്ത് ഒരു മര്യാദയുടെ ഭാഷ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താലും എനിക്ക് രോഹിത്തിനെ അങ്ങനെയൊന്നും മറക്കാനായിട്ട് തള്ളിക്കളയാനായിട്ട് കഴിയില്ല, എൻ്റെ കുടുംബ ജീവിതത്തിന് സ്ഥിരതയില്ല, പിന്നെയല്ലേ എൻ്റെ സ്വഭാവത്തിന് സ്ഥിരത എന്നൊക്കെ പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, രോഹിത്ത് കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്, അതെനിക്ക് മറക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ തീരുമാനങ്ങൾ, നീ എത്ര പെട്ടെന്നാണ് നിൻ്റെ സ്വഭാവം മാറുന്നത്, ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു സ്ഥിരതയില്ല, എന്നെ കൊന്നു കളഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരവും ശാരദാമ്മ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഇതുവരെ അന്നും ഇന്നും എന്നും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, പിന്നെ നീ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ പോകണമല്ലോ, പിന്നെ അവൻ താലിയുടെ മഹത്വം ഒന്നും നീ എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവന് ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നോട് ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു, പിന്നെ നീ പോയി അവനെ ഇറക്കാനായിട്ട് നോക്ക്, പിറ്റേന്ന് മുതൽ അവൻ വീണ്ടും അവൻ്റെ പണികൾ തുടങ്ങിക്കൊണ്ടേയിരിക്കും, നീ പിന്നെ ഇതൊരു സ്ഥിരം ഏർപ്പാടാക്കരുത്, താലിയുടെ മഹത്വം ഒന്നും നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ഇതെങ്ങനെ കിട്ടി എന്നുള്ളതും എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശ്യാമ അന്നേരം വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം അവിടെയാണെങ്കിൽ ശ്യാമ മറ്റേത് ഇങ്ങനെ തർക്കിച്ച് ശാരദാമ്മയെ ജയിക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ശാരദാമ്മ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ശ്യാമയുടെ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് ശാരദാമ്മ അവിടെ തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ വിളിച്ചപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു, സത്യാമ്മയുടെ കുടുംബമായിട്ട് എനിക്ക് അത്ര അടുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെന്ന് അറിയിച്ചത്, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെന്നവിടെ കോൺസ്റ്റബിൾ ശ്യാമയോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ സമയം രാഘവൻ നായരോട് ഭാമ ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല ശരീരം വേദന എന്ന് പറയുകയാണ്. അന്നേരം അവിടെ ശാലിനി വിളിക്കുന്ന അനുസരിച്ച് ഡോക്ടർ എത്തുന്നുണ്ട്. വിഷ്ണു പുറത്ത് നിൽക്കുകയാണ്. അന്നേരം എപ്പോഴായിരുന്നു സംഭവം ചോദിക്കുമ്പോൾ അല്പം മുമ്പാണ്, അച്ഛനമ്മയും മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പരിശോധിക്കുകയാണ്, പ്രഷറൊക്കെ നോക്കുന്നുണ്ട്, എല്ലാമൊക്കെ ചെക്ക് ചെയ്യുകയാണ്.
തുടർന്ന് ഡോക്ടറാണെങ്കിൽ മരുന്ന് കുറച്ച് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഞാൻ കുറിച്ചിരിക്കുന്ന മരുന്ന് വാങ്ങിച്ചു കൊടുക്കൂ. പിന്നീട് അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ആദ്യം മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ചികിത്സയ്ക്കായിട്ട് ഹൈദരാബാദിലേക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു. അതിനുള്ള പണവും കണ്ടെത്തിയതാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിച്ചത് എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് വേണ്ട, ആദ്യം ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വരും, യാത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടാകാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങുന്നുണ്ട്. എന്നാൽ വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശരീരം വേദന എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അകത്തേക്ക് വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു വിട്ടിട്ട്. അന്നേരം ഇങ്ങനെ നോക്കിയിട്ട് ശാലിനി ആണെങ്കിൽ തലയുടെ പിറകു ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്, കട്ടിലിൻ്റെ പിറകു ഭാഗത്തായിട്ടാണ് നിന്നത്. അന്നേരം മക്കളെ ശാലിനി എന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ മുന്നോട്ട് ഭാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അവരെ പോലീസ് പിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക വെച്ചാൽ എന്തായാലും പിടിക്കാം, ഇങ്ങനെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അവരെ വെറുതെ വിടാനായിട്ട് സാധിക്കില്ലല്ലോ, പണവും അങ്ങനെ നഷ്ടപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു എത്രയും പെട്ടെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കണം, ഞാൻ എസ് ഐ വിളിച്ച് പറയാം എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഭാമ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരമാണെങ്കിൽ വീണ്ടും സത്യഭാമ പറയുന്നുണ്ട്, ഈ വീടിൻ്റെ സുബൈർ പറഞ്ഞിട്ടാണ് പിന്നെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്, സുബൈർ പറഞ്ഞാലേ ഒഴിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ആക്രമണം തുടങ്ങിയതെന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ഇങ്ങനെ നൂറിന് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. നൂറ് അവിടെ നിന്ന് മാറി അടുക്കള വശത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നൂറ് ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം കേസ് കൊടുക്കാൻ, ഗുണ്ടകളെ പിടിച്ച് നാടുവിടാൻ പറ്റില്ല, പിടിക്കാമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ വിഷ്ണു അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ പിന്നെ നൂറ് ഇങ്ങനെ അകത്ത് പോയിട്ട് ചിന്തിക്കുകയാണ്, ഹൗസ് ഓണർ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ ആര് എന്നിങ്ങനെ ചിന്തിച്ചിട്ട് നൂറിൻ്റെ മനസ്സിൽ ആ ഒരു ഉത്തരം വരുന്നുണ്ട്, നസീർ വിട്ട ഗുണ്ടകളാണ് എന്നുള്ളത് അവിടെ നൂറിന് മനസ്സിലാവുകയാണ്. പക്ഷെ അതാണോ ഇല്ലയോ എന്ന് അവിടെ കറക്റ്റ് പറയുന്നില്ല, ഇത്രയുമാണ് കാണിക്കുന്നത്. പക്ഷേ അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, എടാ മക്കളെ എന്നെ വീട്ടിൽ കൊണ്ടാക്കടാ, എനിക്ക് അവിടെ പോയാൽ മതി, അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, കൊണ്ടാക്കൂടാ ശാലിനി, വിഷ്ണു മക്കളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ശാലിനിക്ക് ഒന്നും പറയാനാകുന്നില്ല. അവരിങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ കൊണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ രാഘവൻ നായർ ഇരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ സത്യഭാമ പിന്നെ രോഹിത്തിനെ കാണാൻ പോകുന്നതും ശ്യാമ ജാമ്യത്തിന് വേണ്ടി പോകുന്നതും ഒക്കെ അടുത്ത എപ്പിസോഡിൽ. പിന്നെ ഇനി വിഷ്ണു ഇനി നസീറിനെ കാണാൻ പോകുമോ, എന്താണ് സുബൈർക്കായുടെ തീരുമാനം എന്താണെന്നുള്ളതൊക്കെ അടുത്തടുത്ത്. ഓക്കെ, താങ്ക്